ഇപ്പോൾ സ്ഥലത്തെ കൗൺസിലർ ഹരികൃഷ്ണൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരികൃഷ്ണൻ, എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിനെപ്പറ്റി അങ്ങേക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണ്? ഈ മരിച്ച കുട്ടികളെ പറ്റി, ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളെ പറ്റിയൊക്കെ അങ്ങേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാനാകും? ശ്രീ ഹരികൃഷ്ണൻ, അങ്ങേക്ക് കേൾക്കാമോ? KSRTC ബസ്സിൽ ഇത് വന്നിരിക്കുന്നതും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിട്ടില്ല. സർ, ഒന്നുകൂടി പറയാമോ? വ്യക്തമായില്ല. ബാക്കി ഡീറ്റെയിൽസുകളൊന്നും അറിഞ്ഞിട്ടില്ല. വണ്ടി ഇതിൽ വന്നിടിച്ചു, KSRTC ബസ്സും ഇതുമായിട്ട് വന്നിടിച്ച ഇതേ അറിയുള്ളൂ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിട്ടില്ല. എത്ര പേർക്ക് പരിക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല അല്ലേ? 3 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അവിടെ വെച്ച് നാട്ടുകാരുടെ ഇതനുസരിച്ച് അനക്കം ഇല്ലാതിരിക്കുകയായിരുന്നു. അത് ബോധമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ. എങ്ങനെയാണ് അപകടം ഉണ്ടായതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അപകടം വളരെ സ്പീഡിൽ വന്നതാ. കായംകുളത്തുനിന്നും ആ ഭാഗത്തുനിന്ന് വന്ന വണ്ടിയാണ്, മറ്റേ കാറ്. KSRTC ബസ് ടൗണിൽ നിന്നും വന്നതാണ്. ടൗണിൽ നിന്ന് വന്ന KSRTC ബസ്സിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അങ്ങേക്കിപ്പോ ഈ കുട്ടികളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ അറിയാനായി വണ്ടാനം മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ അങ്ങേക്ക് ബന്ധപ്പെടാനായിട്ടുണ്ടോ ഈ നിമിഷം? ഇല്ല, അതൊന്നും ബന്ധപ്പെടാറായിട്ടില്ല. ബന്ധപ്പെടുന്നുണ്ട്, ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പരിക്കേറ്റ് ഇപ്പോൾ ഉള്ള ആളുകളുടെ അവസ്ഥയും ഗുരുതരമാണല്ലേ?